Hi friends, welcome to our channel Home Recipe World. ഞാൻ ഇന്ന് ചിക്കൻ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതൊരു ടീ ടൈം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്നിപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് റെസിപ്പി നോക്കാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബ്രെഡ് ക്രംസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത്ര അളവിൽ തന്നെ വേണ്ട, ഞാനിപ്പം 1 കപ്പ് എടുത്തതേ ഉള്ളൂ. കുറച്ച് ഉപ്പ് വേണം, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നമ്മുടെ മുളക്, അതായത് ഉണക്കമുളക് പൊടിച്ചതാണ്, 1/4 കപ്പ് ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഇതേപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ വലിയൊരു സവാള വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്, പിന്നെ ഒരു മുട്ട. ഇത്രയാണ് നമുക്ക് ഈ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കൈ ഉപയോഗിച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചി ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതുപോലൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമ്മൾ പുഴുങ്ങിയ കിഴങ്ങിനെ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണമാണ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഗരം മസാലയുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കുറയ്ക്കുകയോ കൂട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ചിക്കനും കിഴങ്ങും വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിന് മാത്രമേ ഇപ്പോൾ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു ബോൾ പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇപ്പം നമ്മളിത് കുഴച്ച് നല്ലൊരു ബോളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോളിൽ നിന്ന് നമുക്ക് ഈ ലോലിപോപ്പിൻ്റെ വലിപ്പത്തിന് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പത്തിലുള്ള ഓരോരോ ചെറിയ ലോലിപോപ്പുകളാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയ്യിലൊരല്പം എണ്ണ തടങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഞാനിപ്പോൾ ഓരോ ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിനുള്ള ബോളുകളാക്കിയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പത്തിനുള്ള ബോളുകളാക്കി നമുക്കിതിനെ എടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് 1 ടീസ്പൂൺ അളവിന് വറ്റൽമുളക് നമ്മൾ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ആ ബ്രെഡ് ക്രംസിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ ലോലിപോപ്പ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ആ മുട്ടയുടെ ആ ഒരു മിക്സിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ അതിനെ കോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോളുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിതെല്ലാം ബോൾസാക്കി നല്ലതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കുന്നുണ്ട്. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്, കുറേശ്ശെ ഇട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.